വലിയ മഹാൻ തന്നെയാണെന്ന് വെക്കുക. എല്ലാ മഹാന്മാരെയും പോയി കാണണമെന്ന് നിർബന്ധമായിട്ടുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, സഹാബത്തിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, മുഹീദ്ദീൻ ശിഖിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ഗസാലി ഇമാമിനെ കാണാൻ കഴിഞ്ഞില്ല, ശാഫി ഇമാമിനെ കാണാൻ പറ്റില്ല. ഇതിനെക്കാളുള്ള വലിയ ആരാ ഇവിടെ വരാനുള്ളത്? അതേ സമയത്ത് നമുക്ക് ആരാണ് ആ നബി സല്ലല്ലാഹു നിങ്ങൾ എന്താ പഠിപ്പിച്ച്, സഹാബത്ത് എന്താ പഠിപ്പിച്ച്, ഇമാമികൾ എന്താ പഠിപ്പിച്ച്, മുഹീദ്ദീൻ ശിഖ് റളിയല്ലാഹു എന്താ പഠിപ്പിച്ചത്, ഗസാലി ഇമാം എന്താ പഠിപ്പിച്ചത്, നവവി ഇമാം എന്താ പഠിപ്പിച്ചത്, അവർ പഠിപ്പിച്ചത് അവർ ജീവിച്ചിരിക്കുന്നത് പോലെ അവരെ കിതാബ് ഇവിടെ ഉണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് പോലെ മശായിഖന്മാരെയും ഔലിയാക്കളെയും മാറ്റിവെച്ചിട്ട് വെറും കിതാബുകളെയും അത് പഠിച്ച പണ്ഡിതന്മാരെയും പിന്തുടരുന്ന ഒരു ചരിത്രം പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. കാണാൻ കഴിയും ആരുടെ ചരിത്രത്തിൽ, ആരുടെ കഥയിൽ കാണാൻ കഴിയും? ഇബ്നു തൈമിയയുടെ കഥയിൽ കാണാൻ കഴിയും. അയാൾ എന്ത് ചെയ്തു? അയാൾ ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചെയ്ത അതേ പരിപാടിയെ ചെയ്തിട്ടുള്ളത്. ഈ ഇബ്നു തൈമിയ എന്ന് പറയുന്നവൻ അയാൾ ജീവിച്ചിരുന്നത് മഹാനരായ ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ഖുത്ബുൽ അക്ബർ മഹാനവർകളുടെ കാലഘട്ടത്തിലായിരുന്നു. മഹാനവർകളെയോ അവിടുത്തെ മുരീദുമാരെയോ ഖലീഫമാരെയോ അംഗീകരിക്കാൻ തയ്യാറായില്ല ഇബ്നു തൈമിയ. അവർക്കെതിരിൽ പേന ചലിപ്പിച്ചു, അവർക്കെതിരിൽ സംസാരിച്ചു ഇബ്നു തൈമിയ. അവസാനം അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തിന് കലിമത്തു ഷഹാദ അത് ഉച്ചരിക്കാൻ കഴിയാതെ നെടുവീർപ്പിടുന്നത് ലോകം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ മഹത്തുക്കളായ അയിമ്മത്ത് മഹാനരായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിയെ പോലെയുള്ള ആളുകൾ അവർ കൃത്യമായി പറഞ്ഞു തന്നു, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ് ഇബ്നു തൈമിയ എന്ന് പണ്ഡിത ലോകം ഇബ്നു തൈമിയയെ കുറിച്ച് വിലയിരുത്തി. ആ ഇബ്നു തൈമിയയുടെ അവതാരമാണ്, ആധുനിക ഇബ്നു തൈമിയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഇബ്നു തൈമിയ ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഓരോന്നായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ അയാളെയും കടത്തിവെട്ടുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം.